അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇൻഡസ്ട്രിയുടെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഓരോ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോൺസിനെ പറ്റി ഒരു വീഡിയോ എന്ന് പറഞ്ഞായിരുന്നു. ഇത് ആ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടാണ്. അതായത് 15,000 അണ്ടറിലുള്ള കുറച്ച് ബെസ്റ്റ് ഫോൺസ്. ഇതൊരു 13,000 to 15,000 റേഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. അതായത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഫിൽറ്റർ ഇട്ട് നോക്കിയിട്ട് പോലും ഒരു രക്ഷയില്ല. ഫിൽറ്റർ ഇട്ടിട്ട് ലാസ്റ്റ് നമുക്ക് വരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ 3-4 ഫോൺസൊക്കെയാണ്. അതാണ് ചിലതൊക്കെ റിപ്പീറ്റേഷനും കൂടെ. അതായത് ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ടു ഈ ഒരു ലിസ്റ്റിലേക്ക് എത്താൻ. അതും എനിക്ക് 5 ഫോണും കിട്ടിയില്ല. ഇത് ടോപ്പ് 5 അല്ല കേട്ടോ, ടോപ്പ് 3 ആണ്. ഇനി ഈ 3 ഫോണും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നോ എനിക്കറിയത്തില്ല. കാരണം ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആകെ 2 ക്രൈറ്റീരിയ മെയിനായിട്ട് ഇട്ടുള്ളൂ. ഒന്ന് 5G ഫോൺ ആയിരിക്കണം, രണ്ടാമത് ഫുൾ HD+ ഡിസ്പ്ലേ ഉണ്ടായിരിക്കണം. ഈ 2 ക്രൈറ്റീരിയ മാത്രം ഇട്ടിട്ട് ഞാൻ ഫോൺസിന്റെ സെർച്ച് തുടങ്ങിയിട്ട് എനിക്ക് കിട്ടുന്നില്ല 5 എണ്ണം ഒന്നും. കൃത്യം 3 എണ്ണമൊക്കെ എനിക്ക് കിട്ടുന്നത്. ഒരു ഫോണിന് തന്നെ റിപ്പീറ്റേഷൻ ഉണ്ട്, അത് വേറെ കാര്യം. അതേപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചില കമ്പനിയുടെ ഫോണൊക്കെ ഫസ്റ്റ് വന്നിട്ടുണ്ട്. അത് എൻ്റെ ഈ ചാനലിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ. അത് കരിയർ ബെസ്റ്റാണ്. ആ ഒരു അവസ്ഥയായി ഇൻഡസ്ട്രി, അതാണ് സത്യം. എനിവേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കുറേ പേര് നല്ല സപ്പോർട്ട് തന്നു. അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. താങ്ക് യു. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ 15,000 അണ്ടറുള്ള കുറച്ച് ബെസ്റ്റ് ഫോൺസ് നോക്കാം. അപ്പോൾ ക്രൈറ്റീരിയ മറക്കണ്ട, ഫുൾ HD+ ഡിസ്പ്ലേ, 5G തുടങ്ങിയ 2 ക്രൈറ്റീരിയ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇത് വേണ്ടതാണ്. 15 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ. ആ ക്രൈറ്റീരിയ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഫോൺ എന്ന് പറയുന്നത് പോക്കോ M7 ആണ്. അതെ, നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് പോക്കോ ഒരു സജഷനിലേക്ക് വരുന്നത്. ഇത് പറയാൻ കാര്യം, ഈ ഫോൺ അത്യാവശ്യം നല്ലതാണ്. പക്ഷെ എത്ര പേര് എടുക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ബ്രാൻഡ് പെർസ്പെക്റ്റീവ് വെച്ച് നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡുകൾ ഇപ്പോൾ ഈ റേഞ്ചിലില്ല. അത് ഞാൻ വഴിയെ പറയാം. ഇനി ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 6.9 ഇഞ്ചിന്റെ IPS LCD ഫുൾ HD+ ഡിസ്പ്ലേ ഉണ്ട്, 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതേപോലെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇനി പെർഫോമൻസിലേക്ക് നമുക്ക് Qualcomm Snapdragon 6S Gen 3 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. ഇത് അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഫോൺ. അതായത് ലാഗ് വരാത്ത രീതിയിൽ ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരു പ്രൊസസ്സർ നല്ലതാണ്. സോ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ 5G പ്രൊസസ്സറുമാണ്. പിന്നെ നമുക്ക് ക്യാമറ വരുമ്പോൾ 50 MP ഒരു പ്രൈമറി ക്യാമറ ഉണ്ട്. 3.5mm ജാക്കും ഇല്ല, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇല്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. 7000 mAh ബാറ്ററിയും 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറുമാണ്. ഈ ഫോണിന്റെ 4GB 120GB പ്രൈസ് എന്ന് പറയുന്നത് 14,900 ആണ്. അത് 14,900 ആണ്. അപ്പോൾ ഇതൊരു കൺസിഡർ ചെയ്യാൻ പറ്റിയ ഫോണാണ്. അതായത് റെഡ്മി എടുക്കാൻ പേടിയില്ലാത്തവർക്ക് പോക്കോ എടുക്കാം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ ഒരു പറയുന്നില്ല. എനിവേ അടുത്ത ഫോണിലേക്ക് നോക്കാം. അടുത്തായിട്ടുള്ള എൻ്റെ ലിസ്റ്റിലുള്ള ഫോൺ എന്ന് പറയുന്നത് ഇത് കുറേ ആൾക്കാർ എടുക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, എടുക്കാൻ സാധ്യത ഇല്ലാത്തതാണ് നീ എന്തിനാ പറയുന്നത്? കാരണം എനിക്ക് പറയാൻ ഇല്ല, കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റിലേക്ക് വന്നത്. അടുത്ത ഫോൺ എന്ന് പറയുന്നത് ലാവയുടെ ഒരു ഫോണാണ്. അതെ, ലാവയുടെ ബോൾഡ് 2 5G എന്നാണ് ഈ ഒരു ഫോണിന്റെ പേര്. ആൻഡ് സീരിയസ്ലി ദിസ് ഫോൺ ഈസ് ഗുഡ് എന്നല്ല, ഗ്രേറ്റ് ആണ്. ഫോർ ദിസ് പ്രൈസ് ദിസ് ഫോൺ ഈസ് ഗ്രേറ്റ്. പക്ഷേ അതാണ് അവസ്ഥ. ബ്രാൻഡ് വാല്യൂവിന്റെ കേസുകെട്ടൊക്കെ ഉണ്ട്. ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്ന 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. അതും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10-bit ഡിസ്പ്ലേയും കൂടാണ്. മീഡിയാടെക്കിന്റെ Dimensity 7060 എന്ന് പറഞ്ഞ പഴയ ഒരു ചിപ്സെറ്റ്. പഴയെന്ന് വെച്ചാൽ ഒരു 1-2 വർഷം മുമ്പുള്ള ചിപ്സെറ്റ് ആണ്. പക്ഷേ ഈ ചിപ്സെറ്റ് ഇപ്പോഴുള്ള Dimensity 6300 ഒത്തിരി ബെറ്റർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ തന്നെ എടുത്തത്. 7060 ഇസ് ഫൈൻ അറ്റ് ദിസ് പോയിന്റ്. ഈ ഒരു നിലവിലെ ഒരു ദാരിദ്ര്യ അവസ്ഥയിൽ ഇത് ഫൈൻ ചിപ്സെറ്റ് ആണ്, 5G ചിപ്സെറ്റ് ആണ്. ഇനി ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സോണിയുടെ 50 MP പ്രൈമറി ക്യാമറ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ്. 8 MP ഫ്രണ്ട് ക്യാമറ ഉണ്ട്. എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അതുപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. എനിക്കൊന്ന് ഞാൻ പറയുന്നതിൽ ആകെ 1-2 എണ്ണത്തിലേക്ക് ഉള്ളൂ. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഫോണിന്റെ ബേസ് വേരിയന്റ് തന്നെ തുടങ്ങുന്നത് 6/128GB അപ്പം 6GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 15,499 ആണ്. അതായത് 15,500 രൂപ. ഓഫറിൽ നിങ്ങൾക്ക് 15 താഴെ കിട്ടും. അതായത് ഒരു 500 രൂപ കൂടുതലാണ്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഇപ്പം നിലവിൽ 20,000 പല ഫോണുകൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ്. ഇനി ഇതിന്റെ പ്രശ്നങ്ങൾ വെച്ചാൽ ഒന്ന് ലാവയാണ്. സപ്പോർട്ടുണ്ട്, സർവീസ് സെന്ററൊക്കെ കുഴപ്പമില്ല. പക്ഷേ ലാവ എന്ന് പറഞ്ഞാൽ ഇച്ചിലൂടെ പിന്നെയും ഗ്രോയിങ്ങിലാണ് നിൽക്കുന്നവർ. നമുക്ക് ഇപ്പോൾ ക്യാമറയും സോഫ്റ്റ്വെയറിനായിരുന്നില്ല, എനിക്ക് അങ്ങനെ ഫുള്ള് പറയാൻ പറ്റത്തില്ല. ഇത് രണ്ടും നിങ്ങൾക്ക് അത്ര വലിയ പ്രയോറിറ്റി ഒന്നും അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാം. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ തീരെ മോശമൊന്നുമല്ല കേട്ടോ, കൺസിഡർ ചെയ്യാവുന്നൊരു ഫോണാണ്. കാരണം സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ടോപ്പാണ്. എത്ര പേര് എടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ ഗിവ് ആൻഡ് ടേക്ക്. ലാവ ബോൾഡ് 2 5G ആൻഡ് സീരിയസ്ലി ഇറ്റ്സ് എ ഗുഡ് ഫോൺ. ഇനിയാണ് ആ ചരിത്ര നിമിഷം. അതെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഫോൺ എന്ന് പറയുന്നത്, അതായത് ടോപ്പ് 1 എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാൻ കുറച്ച് ആൾക്കാരെങ്കിലും
സാധ്യത എടുക്കാൻ കൂടുതലുള്ളത് ഈ ഫോണായിരിക്കും. അത് മറ്റാരുമല്ല, സാംസങ് ആണ്. അതെ, സാംസങ് മൊബൈൽ. സാംസങ്ങിൻ്റെ M17 5G എന്ന് പറഞ്ഞ ഫോണാണ്. /F17 5G. രണ്ടും ഒരമ്മ ഒറ്റ ഇരട്ട പിള്ളേരെ പോലാണ്, സെയിം ആണ്. ഫ്ലിപ്കാർട്ടിൽ മേടിക്കേണ്ടവർ F17 എടുക്കുക, ആമസോണിൽ മേടിക്കേണ്ടവർ M17 എടുക്കുക. ഇനി കാരണം ഞാൻ പറയാം, ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഫുൾ HD+ ആണ്, 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതുപോലെ ടോപ്പ് നോച്ച് ആണ്, യു നോച്ച് ആണ്. അതെ, ആ വൃത്തിയുടെ നോച്ച് തന്നെ. അതെ, പക്ഷേ ഗതികേടാണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിന് സപ്പോർട്ടുണ്ട്. ഇതൊരു ഹൈ സെറ്റപ്പാണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. IP54 ഡസ്റ്റ് പ്രൂഫൊക്കെ ഉണ്ട്. ഇനി പ്രൊസസ്സറിലേക്ക് നോക്കണം, നമുക്ക് എക്സിനോസ് 1330 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. ഇത്ര നാൾ നമ്മൾ എക്സിനോസിനെ ചവിട്ടി കളഞ്ഞുകൊണ്ടിരുന്നത് ബാക്കിയുള്ള താരതമ്യേനുള്ള സ്നാപ്ഡ്രാഗൺ മീഡിയാടെക്കുമായിട്ട് ഒരു രീതിയിൽ മാച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് കൂടിയ സാഹചര്യത്തിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 6300 വാഴുന്ന ഈ സ്ഥലത്ത് എക്സിനോസ് 1330 ഈസ് റിയലി ഗുഡ് ഓപ്ഷൻ. അതെ, ഞാൻ അങ്ങനെ പറയേണ്ടി വരുന്നു. കാരണം ഇതിനകത്ത് കോർട്ടെക്സ് A78 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് അല്ല, കൈൻഡ് ഓഫ് ലേറ്റസ്റ്റ് കോർ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഡിമെൻസിറ്റി 7400, 7300, അതേപോലെ സ്നാപ്ഡ്രാഗൺ 6 Gen 3 6 ജനറേഷൻ ആ ഒരു ചിപ്സെറ്റിലൊക്കെ ഉള്ള 78 കോർട്ടെക്സ് 78 സോ അതുകൊണ്ട് തന്നെ ഒരു പെർഫോമൻസിൽ, അതൊരു നോർമൽ യൂസറിന് വേണ്ട രീതിയിൽ ലാഗ് വരാത്ത രീതിയിൽ കൊണ്ടുപോകാനുള്ള കഴിവ് ഈ ഒരു പ്രോസസ്സറിനുണ്ട്. എനിക്കറിയാം സാംസങ് ആണ്, എക്സിനോസ് ആണ്, ഹീറ്റിംഗ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അതിനകത്ത് എന്താ പറയണമെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നോർമൽ യൂസേഴ്സിന് കുഴപ്പമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ എക്സിനോസ് 1330 ഇസ് കറന്റ്ലി ഗുഡ്. ഇതെല്ലാം ഞാൻ പറയാൻ കാര്യം കമ്പാരിസൺ വെച്ചാണ്. നമ്മൾ ഒരിക്കലും ഒരു ഫോൺ ഒറ്റയടിക്ക് ജഡ്ജ് ചെയ്യാനല്ല പോകുന്നത്. ഒറ്റയടിക്ക് ജഡ്ജ് ചെയ്താൽ ഒരു ഫോൺ നല്ലതായിരിക്കും. കമ്പാരിസൺ വെച്ച് ജഡ്ജ് ചെയ്യുമ്പോഴേക്കും ആ ഫോൺ മോശമാണോ നല്ലതാണോ എന്ന് മനസ്സിലാകും. ഇനി കഴിഞ്ഞ വർഷം ഈ ഫോൺ മോശമായിരുന്നു ആ കമ്പാരിസണിൽ, കാരണം വേറെ കുറേ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഈ വർഷം ഈ ഫോൺ തിരിച്ചു കയറിയിരിക്കുകയാണ്. അതാണ് ഇൻഡസ്ട്രിയുടെ അവസ്ഥ. അത്രയ്ക്കും ദയനീയമാണ്. പക്ഷേ എടുക്കാം. പിന്നെ ഓഫ് കോഴ്സ് 6 ഇയേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാംസങ് ആണ്, സാംസങ്ങിന് 1 UI ആണ്, അറിയാലോ. അതിൻ്റെതായ എല്ലാ സംവിധാനവും ഉണ്ട്. 50 MP പ്രൈമറിക്കാണ്, 5 MP അൾട്രാ വൈഡ് ഉണ്ട്. സെഗ്മെന്റ്സ് ഫസ്റ്റ് 30 MP ഫ്രണ്ട് ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നുമല്ല, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. 5000 mAh ബാറ്ററിയും 25 വാട്ട്സിന് ഫാസ്റ്റ് ചാർജർ പെട്ടി കിട്ടുന്നില്ല. ഇതൊരു സങ്കടകരമായ കാര്യം തന്നെയാണ്. ഈ ഫോണിന്റെ 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 14,499 ആണ്. അതായത് കൃത്യം 15,000 താഴെ. അതാണ് ഞാൻ പറഞ്ഞത്, 15,000 താഴെ സാംസങ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് വന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതാണ് ആ ഒരു അവസ്ഥയായി. സാംസങ്ങിൻ്റെ ഒരു ML F സീരീസ് ഫോൺ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. അപ്പം വിചാരിക്കും സാംസങ് അല്ലേ ബ്രോ അല്ല, സാംസങ് ഒരിക്കലും ഞാൻ ഇത്രയും നാളും പറഞ്ഞിട്ടില്ല. കാരണം എപ്പോഴും സാംസങ് എന്ന് പറയുന്ന ബാക്കി ഒരു ചൈനീസ് ഫോൺസ് ഇറക്കുന്നതിന് ഒരു 3,000-4,000 രൂപ, അതായത് കഴുത്തിറക്കൽ റേറ്റ് കൂട്ടിയായിരിക്കും ഇറക്കുന്നത്. അതേപോലെ ചാർജറും കാര്യങ്ങളും തരത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെ സാംസങ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ബാക്കിയുള്ളവൻ എനിക്കറിയില്ല. ബ്രാൻഡ് വാല്യൂ വെച്ച് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒന്നുമില്ല. നമ്മൾ ഈ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ലൈക്ക് ആപ്പിൾ കൺസിസ്റ്റൻ്റ് ആണ്, ഇവരങ്ങനല്ല. ഇവരുടെ കൺസിസ്റ്റൻസി ഒന്നും പോരാ, പണ്ടിറക്കിയ പോലെ ഒന്നും അല്ല. S സീരീസ് ഒക്കെ ശരി, ഫ്ലാഗ്ഷിപ്പ് സീരീസ് അല്ല, പക്ഷേ ഫ്ലാഗ്ഷിപ്പ് സീരീസിലും ഗ്രീൻ ലൈനൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊന്നും ഇനിയിപ്പോൾ പറയാനില്ല, അത് ഞാൻ പറയത്തുമില്ല. നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം. പേഴ്സണലി പക്ഷേ ഈ ഒരു സമയത്ത് സാംസങ് റെക്കമെൻഡ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഈ 3 ഫോൺസാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത്, ശരിയാണ്, നിങ്ങൾ ഈ 3 ഫോൺസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് കാണത്തില്ലായിരിക്കാം. ലൈക്ക് റിയൽമി വന്നിട്ടില്ല, IQ വന്നിട്ടില്ല. കാരണം റിയൽമിയുടെ IQൻ്റെ HD+ ഡിസ്പ്ലേ ഉള്ള 6300 ഡിമെൻസിറ്റി ചിപ്സെറ്റ് ഉള്ള ഫോൺസേ ഉള്ളത് ഈ ഒരു റേറ്റിൽ. ബാറ്ററി 8,000-10,000 ഒക്കെ ഉണ്ട്. അതൊക്കെ ലൈക്ക് പേരൻസിനൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയ ഫോൺസാണ്. അതൊക്കെ നോക്കാം. HD+ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് റിയൽമി IQ ഒക്കെ കിട്ടും കേട്ടോ. ബട്ട് അല്ലാതെ ഞാൻ പറഞ്ഞ ഫുൾ HD+ 5G അത്യാവശ്യം പെർഫോമൻസ് എന്ന ക്രൈറ്റീരിയ വെച്ച് ഈ 3 നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി അത്യാവശ്യമാണ്, കുറച്ചുകൂടെ നല്ലതാണ് വേണം, ഈ പറഞ്ഞ ബ്രാൻഡൊന്നും പറ്റത്തില്ല, നിങ്ങൾ ബഡ്ജറ്റ് നിങ്ങൾ ഒരു 5 രൂപയിലും കൂട്ടി 20 എത്തിക്കുക. 20 എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ പറ്റുമായിരിക്കും. കുറച്ചുകൂടെയൊക്കെ ഒരു സമാധാനം വരും. എന്നാൽ 22 സമാധാനം ഉള്ളത്. പക്ഷേ 20 വലിച്ചിറക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ, അപ്പോൾ നമ്മൾ 20 ലിസ്റ്റ് ഞാൻ സെറ്റ് ചെയ്യാം. അപ്പോൾ 15 ബഡ്ജറ്റുള്ളവർക്ക് 20 ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. നമുക്ക് 20 പറ്റി സംസാരിക്കാം. ഇനി 20 തന്നെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് 20 ഫോൺസ് നോക്കാം. ഓഫ് കോഴ്സ് 5G ഫുൾ HD+ ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ വെച്ചായിരിക്കും ഞാൻ ലിസ്റ്റ് എടുക്കുന്നത്. എനിവേ, എനിക്കറിയത്തില്ല ഈ ലിസ്റ്റ് ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ചാനലിൽ. ഇത്ര നാളും നമുക്ക് പറയാൻ 1 അല്ല 2 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ട്, പക്ഷേ
എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നിടത്തില്ല. ഇപ്പം ലാവയാണ് ബ്രാൻഡ്, സാംസങ് ആണ് യൂനോച്ച്, അങ്ങനെ. അപ്പം ആൾക്കാർക്ക് നെഗറ്റീവ് കുറേ പറയാനുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പം ആ ഒരു കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ബ്രോ ഇതാണല്ലോ ഇതാണല്ലോ ശരിയാ, എനിക്ക് അംഗീകരിച്ച് തന്നേ പറ്റുള്ളൂ. പക്ഷേ ഇതാണ് കൂട്ടത്തിൽ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും